നെക്സ്റ്റ് ചാപ്റ്റർ 2 റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലായിരുന്നു. അവിടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെയാണ് മൂന്നെണ്ണം? സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലായിരുന്നു, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. ഇറാനിയൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകൾ: സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവായിരുന്നു, ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ എവിടെയായിരുന്നു? റോമാ സാമ്രാജ്യത്തിലായിരുന്നു. ഇവിടെ ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു, അരാമിക് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. റിപ്പബ്ലിക്കൻ ഭരണം നിർത്തലാക്കിയതാര്? ഒക്ടേവിയൻ എന്നറിയപ്പെടുന്ന അഗസ്റ്റസ് സീസറാണ് റിപ്പബ്ലിക്കൻ ഭരണം നിർത്തലാക്കിയത്. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണം നിർത്തലാക്കിയതാര്? ഒക്ടേവിയൻ എന്നറിയപ്പെടുന്ന അഗസ്റ്റസ് സീസർ. പ്രിൻസിപ്പേറ്റ് ഭരണം തുടങ്ങിയതാര്? അതും അഗസ്റ്റസ് സീസറാണ്. പ്രിൻസിപ്പ് എന്ന പദത്തിന്റെ അർത്ഥം പ്രഥമ പൗരൻ. പ്രിൻസിപ്പ് എന്ന പദത്തിന്റെ അർത്ഥം പ്രഥമ പൗരൻ. അപ്പൊ ഒന്നുകൂടി നോക്കാം നമുക്ക്. റോമാ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലായിരുന്നു, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. ഇറാനിയൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവായിരുന്നു, ഇറാനിയൻ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു, അരാമിക് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. ദെൻ റിപ്പബ്ലിക്കൻ ഭരണം നിർത്തലാക്കിയതാര്? ഒക്ടേവിയൻ എന്നറിയപ്പെടുന്ന അഗസ്റ്റസ് സീസറാണ്. പ്രിൻസിപ്പേറ്റ് ഭരണം തുടങ്ങിയതാര്? അഗസ്റ്റസ് സീസർ തന്നെയാണ്. പ്രിൻസിപ്പ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പ്രഥമ പൗരൻ. നെക്സ്റ്റ്, പുരാതന റോമക്കാർ ഒലിവെണ്ണയും വീഞ്ഞും സൂക്ഷിച്ചിരുന്ന ഭരണിയുടെ പേര് അംഫോറ. അപ്പോൾ പുരാതന റോമക്കാർ ഒലിവെണ്ണയും വീഞ്ഞും സൂക്ഷിച്ചിരുന്ന ഭരണിയുടെ പേര് അംഫോറ. ആദിമ റോമിലെ സാമൂഹ്യ വിഭാഗങ്ങളെ തരംതിരിച്ച സമൂഹശാസ്ത്രജ്ഞൻ ടാസിറ്റസ്. ആരാണ്? ടാസിറ്റസ്. പുരാതന റോമിലെ ശക്തരും സമ്പന്നരുമായ ഇറ്റാലിയൻ കുടുംബാംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് സെനറ്റർമാർ. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ ഭൂ ഉടമകൾ. കീഴാളവർഗം അറിയപ്പെട്ടിരുന്നത് ഹ്യൂമിലിയോറസ്. ആരാണ് കീഴാളവർഗങ്ങൾ? ഗ്രാമങ്ങളിലെ പണിക്കാര്, തൊഴിലാളികള്, താൽക്കാലിക തൊഴിലാളികളൊക്കെ ആയിരുന്നു കീഴാളവർഗങ്ങൾ. പിൽക്കാല റോമ സാമ്രാജ്യത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ചക്രവർത്തി ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ആരായിരുന്നു? ഡയോക്ലീഷ്യൻ ചക്രവർത്തി. പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയം സോളിഡസ്. ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് കോൺസ്റ്റാന്റൈൻ. പിൽക്കാല റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ ഒന്നും കൂടി നോക്കാം. പുരാതന റോമക്കാർ ഒലിവെണ്ണയും വീഞ്ഞ് സൂക്ഷിച്ചിരുന്ന ഭരണി അംഫോറ. ആദിമ റോമിലെ സാമൂഹ്യ വിഭാഗങ്ങളെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ ടാസിറ്റസ്. പുരാതന റോമിലെ ശക്തരും സമ്പന്നരുമായ ഇറ്റാലിയൻ കുടുംബങ്ങള് സെനറ്റർമാർ. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ ഭൂവുടമകൾ. കീഴാളവർഗം അറിയപ്പെട്ടിരുന്നത് ഹ്യൂമിലിയോറസ്. കീഴാളവർഗത്തിൽ ആരൊക്കെയാണ്? ഗ്രാമങ്ങളിലെ പണിക്കാരും തൊഴിലാളികളും താൽക്കാലിക തൊഴിലാളികളും. പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ചക്രവർത്തി ഡയോക്ലീഷ്യൻ ചക്രവർത്തി. പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയം സോളിഡസ്. എന്താണ് സോളിഡസ്? ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചതാര്? കോൺസ്റ്റന്റൈൻ. പിൽക്കാല റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ.